ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഒരു ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു. അപ്പോഴേ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ ഇതൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഇട്ടാലോ എന്ന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുക്കുന്ന വീഡിയോ ആണ്. ഞാൻ എൻ്റെ ഒരു കയ്യിൽ പിടിച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഫസ്റ്റ് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ചെന്ന് പറയുമ്പം ഒരു തൊടവും പിന്നെ അതിൻ്റെ കൂടെ കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ അത്രയും തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 7-8 കഷ്ണം 7-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ എരിവനുസരിച്ച് വേണം എടുക്കാൻ. എനിക്കങ്ങനെ അളവൊന്നും പറയാൻ അറിയത്തില്ല. ഞാൻ എൻ്റെ ഒരു കൈക്കണക്കിനാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചതയ്ക്കണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല പെരിഞ്ചീരകം എടുക്കണം. അത് ഏകദേശം ഞാൻ വലിയൊരു സ്പൂണിന് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പെരിഞ്ചീരകവും നമ്മുടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടെ അരച്ചെടുത്തു. ഇത് ഇത്രയും അരഞ്ഞു പോകണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഞാനത് ഫുള്ളായിട്ട് ഇട്ടുകൊണ്ട് മുറിക്കാതെ ഇട്ടുകൊണ്ട് അരയാത്തതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലുള്ളത്. നിങ്ങൾ വെള്ളം ഒഴിക്കാണ്ട് ചതച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തുനിന്ന് മുക്കാലും എടുത്തിട്ട് ഈ ചിക്കനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് കുക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഇടാനാണ്. പിന്നെ കുറച്ച് ഉപ്പുകൂടി ഇടുക. ഉപ്പൊക്കെ നമ്മുടെ ഒരു അളവ് നോക്കിയിട്ടിടുക. ഞാനിങ്ങനെ കുറച്ച് തട്ടിയിടുക ചെയ്യുന്നത്, അല്ലാതെ സ്പൂണിൽ അങ്ങനെ അളന്നെടുക്കാറില്ല. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ അടച്ചു വയ്ക്കുക. നല്ലപോലെ മിക്സ് ചെയ്യണം, നല്ല ബലം കൊടുത്ത്. എന്നിട്ട് അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എത്ര സമയം വേണേലും വെക്കാം. ഞാനൊരു 5-10 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ 4 സവാള എടുത്തു. അത് നല്ലപോലെ ഞാൻ ചോപ്പ് ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, നമ്മളൊരു പാൻ വെച്ചു. ഇത് അടുപ്പ് കത്തിച്ചിട്ട് പാത്രം നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിലും, എന്ത് ഓയിൽ വേണേലും എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുക്കുക, കുറച്ച് അധികം എടുക്കുക. എന്നാലേ നമ്മൾ ഫ്രൈ ചെയ്യുന്ന കാഷ്യൂവും കിസ്മിസും ഒനിയനും ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള കുറച്ച് എണ്ണ എടുക്കുക. എണ്ണയ്ക്കകത്തോട്ട് കുറച്ച് നെയ്യും കൂടെ മിക്സ് ചെയ്തെടുക്കുക. എൻ്റെ കയ്യിൽ നെയ്യ് കുറവായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നെയ്യ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഇടുക. നെയ്യ് ഞാനൊരു 2-3 സ്പൂൺ ഇട്ടു. പിന്നെ ഇവിടെ തണുപ്പായതുകൊണ്ട് നെയ്യ് ഉറഞ്ഞിട്ടാണുള്ളത്, അതാണ് ഞാൻ ഇങ്ങനെ തട്ടിയിടുന്നത്. പിന്നെ തട്ടിയിട്ട് വരുന്നില്ലായിരുന്നു. ഞാൻ ലെഫ്റ്റ് ഹാൻഡിൽ ഫോണും റൈറ്റ് ഹാൻഡും കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ടാണ്. പിന്നെ ഞാനത് കൈ കൊണ്ട് തട്ടിയിടുക ചെയ്തത്. അങ്ങനെ നെയ്യും എണ്ണയും കൂടി ഇട്ടു നല്ലതായിട്ടത് ചൂടാകാൻ വയ്ക്കുക. എന്നിട്ടത് ചൂടാകുമ്പോൾ നമുക്ക് ഓരോന്ന് ഫ്രൈ എടുക്കുകയാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഇത് നല്ലപോലെ ചൂടാകാൻ വേണ്ടി വെച്ചു. ഇപ്പോൾ അത് ചൂടാകാൻ വേണ്ടി വെച്ചിട്ട് ചൂടായി വരുന്നുണ്ട്. നെയ്യ് നല്ലപോലെ അതിനകത്ത് മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ആദ്യം കാഷ്യൂ, കിസ്മിസ്, ഒനിയൻ ഇത് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ എൻ്റെ ഈ ഗ്യാസിരിക്കുന്ന സൈഡൊന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഞാൻ ഇതിങ്ങനെ എല്ലാം വലിച്ചു വാരിയിട്ടേക്കുന്നതാണ്. കുക്ക് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കാനുള്ളതാണ്. ഓക്കെ, ഞാൻ ഇത്രയും കാഷ്യൂ, ഇത്രയും കിസ്മിസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇടാം, അതൊക്കെ എത്ര ഇട്ടാലും നല്ലതാണ്. ഞാൻ കുറച്ചിട്ടു. അങ്ങനെ ഇത്രയൊരു പർട്ടിക്കുലർ എമൗണ്ട് എന്നൊന്നുമില്ല. കുറച്ച് കാഷ്യൂ ഇട്ടു. അത് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി. എനിക്കിങ്ങനെ ഓവറായിട്ട് കരിഞ്ഞു പോകാൻ ഇഷ്ടമല്ല. ഈ സമയത്ത് വേണേൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലെയിം അനുസരിച്ച് അതൊരു ലോ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ അതൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അത് വറുത്ത് മാറ്റിയിട്ട് വേണം നമുക്ക് അടുത്ത കിസ്മിസും സവാളയും കൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കാഷ്യൂ കുറച്ച് ഫ്രൈ ആക്കി മാറ്റി. അടുത്ത ഞാൻ കിസ്മിസ് ഇട്ടു. കിസ്മിസ് കാഷ്യൂവിനെ പോലെയല്ല, പെട്ടെന്ന് അത് ഫ്രൈ ആവും. അതുകൊണ്ട് തീ കുറച്ചും കൂടെ ശ്രദ്ധിച്ചിട്ട് പെട്ടെന്ന് എടുക്കാൻ നോക്കണം, ഇതിലേക്ക് അരിഞ്ഞു പോകും. അത് രണ്ടും നന്നായിട്ട് ഫ്രൈ ആക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുത്തത് വേണ്ടത് സവാളയാണ്. സവാള അടുത്ത് ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട്. സവാള നമ്മൾക്കൊരു 4 ഞാൻ എടുത്തിരുന്നത്. അതിൻ്റെ പകുതിയിലധികം ഫ്രൈ ആക്കാൻ എടുത്തു. കുറച്ച് ഞാൻ അങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത റൗണ്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. സവാള നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്യുക, പിന്നെ പെട്ടെന്ന് ഇതായി ഫ്രൈ ആയി കിട്ടും. അത് ഒരേപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുക്കുക. അങ്ങനെ ഞാൻ അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തതിനെ നമുക്ക് വേറൊരു വലിയ പാത്രത്തിലിടാം. കാരണം ഇതിനകത്താണ് നമ്മൾ ഇനി അടുത്ത മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ റൈസ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ സൈസിനുള്ള പാത്രം ഇടുക. പിന്നെ കുറച്ച് സവാള ഞാൻ ഫ്രൈ ചെയ്യാനിട്ടല്ലോ, അതിൻ്റെ ബാക്കി സവാള ഇതിനകത്ത് ഇട്ടു.
ഇതെല്ലാം കൂടെ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് സവാള ഇതിനകത്ത് ഇട്ടു, ഫ്രൈ ചെയ്തതിൻ്റെ ബാക്കി. പിന്നെ ഇതിനകത്ത് അടുത്തായിട്ട് വേണ്ടത് ടൊമാറ്റോ, നമ്മുടെ ലീവ്സ് വേണം, കൊറിയാണ്ടറും പുതിനയില എല്ലാം ഉണ്ട്. അടുത്ത ഞാൻ 2 സവോളയാണ് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് 2 സവോള ഇട്ടു. പിന്നെ ഞാൻ ഇടുന്നത് ലീവ്സാണ്. ഫസ്റ്റ് ഞാൻ അതിനകത്ത് ഇട്ടത് പുതിനയിലയാണ്, അതും ഒരു കുറച്ചൊരു എമൗണ്ട് ഇട്ടു, ഒരു കൈപ്പിടി എന്ന് പറയാം. അടുത്തത് ഞാൻ ഇടുന്നത് പുതിനയിലയാണ്, അതും ഞാനൊരു കൈപ്പിടി, ഒരു കയ്യിൽ ഒതുങ്ങുന്നത്ര പുതിനയില ഇട്ടു. അടുത്തത് ഞാൻ ഇടുന്നത് തൈരാണ്. തൈര് നമ്മുടെ പുളിയുള്ള തൈര് ആണെങ്കിൽ അതനുസരിച്ചിടുക. ഈ തൈരിന് പുളിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാനൊരു ഹാഫോളം ഇട്ടു, ഹാഫിലും കൂടുതലും ഇട്ടു, കുറച്ച് തൈരിട്ടു. തൈരൊക്കെ പുളി അനുസരിച്ച് വേണം നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ലെമൺ ജ്യൂസാണ്. ലെമൺ ഞാനൊരു കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു ലെമണിൻ്റെ ഹാഫ് സൈഡാണ് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുള്ളത്. ആ ലെമണും കൂടെ ഒഴിക്കുക, കുറച്ച് ഒരു ഹാഫിൻ്റെ ലെമൺ ജ്യൂസ് അത് ഒഴിക്കുക. കുരുവൊക്കെ പോകാതെ നോക്കണം. ഞാൻ ഒഴിച്ച വഴിക്ക് ഒരു കുരു അതിനകത്ത് വീണിട്ടുണ്ട്, അപ്പം നിങ്ങൾ കുരുവൊന്നും ഇല്ലാണ്ട് നോക്കുക. എന്നിട്ട് അത് ഒഴിക്കുക. പിന്നെ ഞാൻ ഇടുന്നത് പൗഡേഴ്സാണ്. പൗഡറിനായിട്ട് മെയിൻലി ഞാൻ ഇടുന്നത് കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, 1 സ്പൂണോളം. അതിന് മുമ്പ് ഞാൻ സ്പൈസസ് ഇടുന്നുണ്ട്. സ്പൈസസ് നമുക്ക് എല്ലാ സ്പൈസും, നമ്മുടെ ഏലക്ക, ഗ്രാമ്പൂ, കറുവാപ്പട്ട, ബേ ലീഫ്, എന്തൊക്കെയുണ്ടോ എല്ലാ സ്പൈസുകളും. എനിക്ക് ബേ ലീഫ് ഇല്ലായിരുന്നു, ബാക്കി ഞാൻ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് എല്ലാ സ്പൈസും ഇടുക. ഇതാണ് മറ്റേ സ്റ്റാർ എന്ന് പറയുന്ന ആ ഒരു സ്പൈസ്, എല്ലാം കൂടെ ഇടുക. ഗ്രാമ്പൂ ഞാനൊരു 4 എണ്ണമൊക്കെ ഇട്ടിട്ടുണ്ട്. അടുത്ത പിന്നെ നമുക്ക് പൊടികളാണ് വേണ്ടത്. ഫസ്റ്റ് ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ഇടുന്നത്, അതൊരു 1 സ്പൂൺ ഇട്ടു. കാരണം നമ്മൾ മുളക് പൊടി ഇടുന്നില്ലല്ലോ, അപ്പോൾ നമുക്ക് എരിവ് അനുസരിച്ച് എത്രത്തോളം എരിവ് വേണോ അതനുസരിച്ച്, നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ ഞാനിട്ടത് മല്ലിപ്പൊടിയാണ്, അതൊരു 1.5 സ്പൂൺ ഇട്ടു. വലിയ സ്പൂണാണെങ്കിൽ 1 സ്പൂൺ മതി, ഞാനൊരു 1.5 സ്പൂണോളം ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. മഞ്ഞൾപ്പൊടി കുറച്ച്, ഒരുപാടായാൽ ഭയങ്കര കളറായിപ്പോൾ, അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഇത് ഗരം മസാലയാണ്, അത് ഞാൻ വീട്ടിൽ പിടിച്ച ഗരം മസാലയാണ്. അത് ഞാനൊരു കുറച്ചിട്ടു. അതിന് ഇത്ര എമൗണ്ടൊന്നുമില്ല. ഗരം മസാല ഇച്ചിരി അധികം ഇടുന്നുണ്ട്, മല്ലിപ്പൊടിയെ മഞ്ഞൾപ്പൊടിയെ വെച്ച് നോക്കുമ്പം കുറച്ച് അധികം ഇട്ടു. എന്നിട്ട് പിന്നെ ഞാൻ സവാള ഫ്രൈ ചെയ്ത് വെച്ചു. അതിനകത്തുനിന്ന് കുറച്ച് സവാള ഫ്രൈ ചെയ്തത് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചായിരുന്നു. ആ സവാള ഇട്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റൈസ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ദമ്മിടുന്ന സമയത്ത് ആ ഒരു സവാള ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെച്ചത്. ബാക്കി പൊടിച്ച് വെച്ച സവാള അതിനകത്ത് ഇട്ടു. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതാണ് ഏറ്റവും ഇതിനകത്തെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്, മിക്സിങ്ങിലാണ് കാര്യം ഇരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം, നല്ല ബലം പ്രയോഗിച്ച്. ഞാനൊരു 5 മിനിറ്റോളം എടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട്, കാരണം എല്ലാം നന്നായിട്ട് ഞെവടി കൊടുക്കണം. എന്നാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ, അതെല്ലായിടത്തും പിടിക്കത്തുള്ളൂ. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അത്രയും നല്ലതാണ്. ഞാൻ അരമണിക്കൂറൊന്നും വെച്ചിട്ടില്ല, ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് ഞാൻ എടുത്തു. കാരണം ഞാൻ ഓൾറെഡി ഈ വീഡിയോ കൂടി എടുക്കുന്നുണ്ട്, ടൈം പോയതുകൊണ്ട് എനിക്ക് സമയമില്ലായിരുന്നു വെക്കാൻ. സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം സമയമുണ്ടോ അത്രയും വെക്കാൻ വേണം. തലേദിവസമേ ഇതുപോലെ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാം. എത്ര സമയം ഇരിക്കുന്നോ അത്രയും സമയം ഇരിക്കുമ്പം ആണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് നല്ല ബലം പ്രയോഗിച്ച് നല്ല വിസ്തീർണ്ണമുള്ള പാത്രം എടുക്കുക, കാരണം നന്നായിട്ട് കൈയിട്ട് ഇളക്കാൻ പറ്റണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല ബലം പ്രയോഗിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം അതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതാണ് ഇതിൻ്റെ ആ ഒരു ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് വെക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നല്ലപോലെ മിക്സ് ചെയ്യുവാണെങ്കിൽ ഇവിടാണ് നമ്മുടെ ആ ഒരു ബിരിയാണിയുടെ ആ ഒരു നല്ല ടേസ്റ്റും ഈ സമയത്ത് നല്ല മണവും നല്ലൊരു ഇതാണ് വരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇട്ടത് ഉപ്പാണ്. ആദ്യം നമ്മൾ ഓൾറെഡി ഫസ്റ്റ് റൗണ്ട് മാരിനേഷനിൽ കുറച്ച് ഉപ്പിട്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഉപ്പിടാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇങ്ങനെ നന്നപോലെ ഞെവടിക്കൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഉപ്പിട്ടില്ലല്ലോ എന്ന്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിട്ടു. ഉപ്പൊന്നും ഞാനങ്ങനെ അളന്നിട്ടല്ല ഇടാറ്, എല്ലാം ഞാനിങ്ങനെ കൈ കൊണ്ട് തട്ടിയിടുന്നത്, ഒരു ഊഹം വെച്ചിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നോക്കിയിട്ടൊക്കെ ഇടണം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് നോക്കുക ഉപ്പുണ്ടോയെന്ന്, ഇല്ലെങ്കിൽ വീണ്ടും ഇടുക, അങ്ങനെ നോക്കിയിട്ടൊക്കെ വേണം ഇടാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഇതിനെ അടച്ചു വെച്ചു റെസ്റ്റ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ പോകണം. ഞാൻ ഉപയോഗിക്കുന്നത് റോസ് ബ്രാൻഡിൻ്റെ കൈമ റൈസാണ്. ഓൾറെഡി ഞാൻ അവിടെ റൈസ് എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി പഴയ പാക്കറ്റിൽ 2 ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ 2 ഗ്ലാസ് ഞാൻ എടുത്ത് വെച്ചു. ഈ ഒരു സെയിം ഗ്ലാസ്സിലാണ് 2 ഗ്ലാസ്. പിന്നെ പുതിയ ഇപ്പം പൊട്ടിച്ചിട്ട് വീണ്ടും അതിനകത്ത് ഞാൻ 2 ഗ്ലാസ് കൊടുത്തു. ടോട്ടൽ 4 ഗ്ലാസ് റൈസ് എടുത്ത് ഞാൻ. 4 ഗ്ലാസ് എന്ന് പറയുമ്പോൾ അതൊരു കുഞ്ഞ് ഗ്ലാസ്സാണ്. എന്നിട്ട് നിങ്ങൾ എത്ര മെമ്പർ ഉണ്ടോ അതനുസരിച്ച് വേണം എടുക്കാൻ. എന്നിട്ട് റൈസ് എടുത്തു. എന്നിട്ട് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് ഈ ചിക്കൻ പുരട്ടി വെച്ചാൽ നമുക്ക് വേവിക്കാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ചിക്കനെ വേവിക്കാൻ വെക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. പിന്നെ ഞാൻ റൈസ് അവിടെ 10 മിനിറ്റ് കുതിക്കാൻ വെച്ചിട്ട് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈസിനെ വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഞാൻ അരി കുതിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് വെക്കാം. ഞാനൊരു 10 മിനിറ്റാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് റൈസ് കുതിർന്ന് കഴിഞ്ഞ് അതിനെ വാർത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പം ചോറ് വെക്കാം. ചോറ് വെക്കാനായിട്ട് ഓൾറെഡി ഞാൻ കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് റൈസിന് വേണ്ടിയുള്ളത്. ഞാനിപ്പോൾ 4 ഗ്ലാസ് അരിയാണല്ലോ എടുത്തത്. അപ്പം ഞാനൊരു 6 ഗ്ലാസ് സെയിം ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ചിക്കൻ അവിടെ നന്നായിട്ട് വേവുന്നുണ്ട്. ഇടയ്ക്ക് അതിനൊന്ന് ഇളക്കിയിടുക, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. സൈമിൾട്ടേനിയസ്ലി ഞാനിപ്പം ഇപ്പോഴത്തെ സൈഡിൽ റൈസ് വെക്കുന്നുണ്ട്. റൈസ് വെക്കാൻ വേണ്ടി ആദ്യം നല്ല അടി കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. ഞാനിവിടെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കർ അവിടെ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ചിക്കനെ ഒന്ന് ഇളക്കിയിടാം. എന്നാലും മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കും. ഈ സമയം കൊണ്ട് കുക്കർ അവിടെ ചൂടായി വരുന്നുണ്ട്. ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് നേരത്തെ ഉള്ളിയൊക്കെ വറുത്ത ആ ഒരു എണ്ണയില്ലേ, എണ്ണയും നെയ്യും കൊണ്ടുള്ളത് അത് ഒഴിക്കുക. എന്നിട്ട് അതാണ് എടുക്കേണ്ടത്. പിന്നെ മിച്ചമുണ്ട്, അത് എത്തുന്നില്ലെങ്കിൽ കുറച്ച് നെയ്യ് കൂടെ ഇടാം. എൻ്റെ നെയ്യ് ആക്ച്വലി കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു എണ്ണയും പിന്നെ എക്സ്ട്രാ കുറച്ച് ഓയിലും കൂടാണ് ഒഴിച്ചത്. ആ എണ്ണയിൽ വറുത്തതിൻ്റെയാണ് ആ കറുത്ത പൊടികൾ കാണുന്നത്. ഓൾറെഡി ഞാൻ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തതിൻ്റെ ആ ഒരു എണ്ണയാണ്. അത് ഫുള്ളായിട്ട് എടുത്തു. പിന്നെ കുറച്ച് ഓയിലും കൂടെ എടുത്തിട്ട് നമുക്ക് ആദ്യം ഇടേണ്ടത് സ്പൈസസ് ആണ്. സ്പൈസസ് എല്ലാ സ്പൈസും ഇടാം. കാർഡമന്, ബേ ലീവ്സ് ആക്ച്വലി എൻ്റെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല. പിന്നെ ഗ്രാമ്പു, കറുവാപ്പട്ട, എല്ലാ സ്പൈസും കുറേശ്ശെ ഇടുക. ഒരു 2-3 എണ്ണം വെച്ചിട്ട് സ്പൈസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മാരിനേഷന് വേണ്ടി നമ്മൾ അരച്ചു വെച്ചിരുന്ന ആ ഒരു 4 ഇൻഗ്രീഡിയൻസ് അരച്ച ആ ഒരു ഇതില്ലേ, അതെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി, ജിഞ്ചർ, പച്ചമുളക്, പെരിഞ്ചീരകം, അതെല്ലാം കൂടെ ഉള്ള ആ ഒരു ഇത് ഇട്ടു, ആ ഒരു സാധനം ഇട്ടു. അത് കഴിഞ്ഞിട്ട് തീ ഈ സമയത്ത് കൂട്ടി വയ്ക്കണം. എന്നാലേ നമ്മുടെ റൈസ് നല്ല ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. ആ ഒരു അരി ഇട്ടിട്ട് ഞാൻ തീ കൂട്ടി വെച്ചു. അങ്ങനെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. തീരെ ലോ ഫ്ലെയിമിൽ വെക്കേണ്ട. കാരണം നമ്മുടെ ഈ റൈസ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. അരി ഫ്രൈ ആയാലും അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ റൈസിനെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്തു. എന്നിട്ട് ഇതൊരുമാതിരി ഒരു 5-10 മിനിറ്റ് അതിനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. സെയിം ടൈം ചിക്കനും കൂടെ ഇടയ്ക്ക് നോക്കിക്കോണം. അതിനെയും കൂടെ ഒന്ന് ഇളക്കി ഇടുക ഇടയ്ക്ക്. എന്നിട്ട് ഈ റൈസ് നന്നായിട്ട് ഒന്ന് ഒരുമാതിരി ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ആ തിളപ്പിച്ച് വെച്ച വെള്ളമില്ലേ, നല്ല ചൂടുവെള്ളം, അതെടുത്ത് ഒഴിക്കുക. ഞാൻ ആ വെള്ളം ഒഴിച്ചിട്ട് ഈ റൈസ് അവിടെ ഇരുന്നിട്ട് റൈസും കൂടെ ഒഴിക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് എടുക്കും ഏകദേശം അത് വെന്ത് കിട്ടാൻ. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ വെള്ളമുള്ള പോലെ തോന്നും. പക്ഷേ എൻ്റെ റൈസ് അങ്ങനെ വെന്ത് അളിഞ്ഞു പോയിട്ടൊന്നുമില്ല, എന്നാൽ വേകാതിരുന്നിട്ടുമില്ല. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുള്ള് വെള്ളം പറ്റി നമ്മുടെ റൈസും റെഡിയായി. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതിനെ ഒന്നിച്ച് ആക്കുക, ദമ്മിടുക എന്നാണ്. ഞാനങ്ങനെ ദമ്മെന്നൊന്നുമില്ല, കുറച്ച് റൈസ് ഇട്ടു, അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഫസ്റ്റ് ലെയർ നമ്മൾ കുറച്ച് റൈസ് ഇടുക. അതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ കുറച്ച് പുതിനയില ഞാനവിടെ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പുതിനയില, പിന്നെ ആ ഒരു ഫ്രൈ ചെയ്ത ഓനിയൻ, പിന്നെ കുറച്ച് ഗരം മസാല, ഇതെല്ലാം കൂടി ഇടുക. കുറച്ച് കാഷ്യൂവും കുറച്ച് കിസ്മിസും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഫ്രൈ ചെയ്ത ഇത് ഉള്ളി കുറച്ച് കുറവാണ്, അതാണ് അധികം കാണാത്തത്. എന്നിട്ട് കുറച്ച് ഇതെല്ലാം കൂടി ഇട്ടു. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടു. എന്നിട്ട് വീണ്ടും അടുത്ത റൗണ്ട് ചോറിടുക. വീണ്ടും ഈ സെയിം സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുക. എത്രത്തോളം റൈസ് ഉണ്ടോ അത്ര റൈസ് ഇടുന്നു. പുതിനയില, മറ്റേ ഗരം മസാല, കിസ്മിസ്, കാഷ്യൂ, വീണ്ടും റൈസ്, അങ്ങനെ ഫുള്ള് ഫില്ല് ചെയ്യുക. എന്നിട്ട് അങ്ങനെ ഫുള്ള് കംപ്ലീറ്റ് ആകുമ്പം ലാസ്റ്റ് നമ്മുടെ വീണ്ടും ഏറ്റവും ടോപ്പിൽ കുറച്ച് ഒനിയന്, ഇതെല്ലാം ഫ്രൈ ചെയ്തതെല്ലാം
എല്ലാം കൂടി ഇട്ടൊരു 10-15 മിനിറ്റ്, എത്ര സമയം വേണം, അരമണിക്കൂർ മാക്സിമം ഇതൊക്കെ അടച്ചു വയ്ക്കാം. ഞാനൊരു 10 മിനിറ്റ് കൊണ്ട് എടുത്തു. കാരണം എനിക്ക് ഓൾറെഡി നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ നല്ല സമയം എടുത്തു അതുകൊണ്ട്. എന്നിട്ട് ചിലർ ഇതൊരു സൈഡിൽ നിന്ന് അങ്ങനെ എടുക്കുക ചെയ്യുന്നത്. പക്ഷേ ഞാനിതെല്ലാം കൂടെ മിക്സ് ആക്കും. എന്നാലും എനിക്ക് ഈ മസാല ഫുള്ളായിട്ട് പിടിച്ചു എന്നൊരിത് വരത്തുള്ളൂ, ഒരു സാറ്റിസ്ഫാക്ഷൻ. ആക്ച്വലി ഇങ്ങനെ ഇളക്കണമെന്നില്ല, നിങ്ങളൊരു സൈഡിൽ നിന്ന് എടുത്താൽ മതി. ഞാൻ എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല റൈസായിരുന്നു, നല്ല ബിരിയാണി ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതല്ല, എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. ഞാൻ അത്ര ഒരു ബിരിയാണി ലവറൊന്നുമല്ല, പക്ഷേ ഇന്നുണ്ടാക്കിയ ബിരിയാണി ആക്ച്വലി ഇറ്റ്സ് ഗുഡ് ടേസ്റ്റ്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കമൻറ്റുകൾ